പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 18-ാമത്തെ വാക്യം. ധിക്കാരികളുടെ കൂട്ടത്തെ അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യും, അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ അവിടുന്ന് തകർത്ത് കളയും. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ ആമുഖത്തിൽ തന്നെ ഏതാനും നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ടെലിവിഷനിലൂടെ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും കർത്താവിന്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അനേകം വ്യക്തികൾ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് അവർക്ക് ലഭിച്ച അത്ഭുതങ്ങളും സൗഖ്യങ്ങളും സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എഴുതി അറിയിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന രോഗസൗഖ്യങ്ങളും അത്ഭുത ദൈവ ഇടപെടലുകളും സഗിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ അഡ്രസ്സിൽ എഴുതി അറിയിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. 1-2 വ്യക്തികൾ എഴുതി അറിയിച്ചിരിക്കുന്ന അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് ഫ്രാൻസിസ് പുല്ലൻ, എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് താമസം. ഞാൻ കത്തോലിക്ക കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളിൽ സജീവമായി മുഴുകുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഭാര്യ ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ അട്ടപ്പാടിയിൽ സഗിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള വചന ശുശ്രൂഷ എല്ലാ ആഴ്ചകളിലും ടെലിവിഷനിൽ സംബന്ധിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് അതൊരു പ്രത്യേക അനുഭവമാണ്. ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തിന് കടബാധ്യതയിൽ മോചനം നൽകാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം വിൽക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 2 മാസം വരെ പ്രാർത്ഥിച്ചു. എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. എന്നാൽ പലരും സ്ഥലം വന്നു കണ്ടുപോകും, പക്ഷെ ആരും വാങ്ങുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ടെലിവിഷൻ ശുശ്രൂഷയുടെ സമയത്ത് കുടുംബം ഒന്നിച്ച് ഈ പ്രോഗ്രാമിൽ ഈ സ്ഥല വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സ്ഥലം ഒരാഴ്ചയ്ക്കുള്ളിൽ വിൽക്കുകയാണെങ്കിൽ ഞാൻ സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് സാക്ഷ്യം എഴുതി അറിയിക്കാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. എന്റെ ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. ഞാൻ ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് 24 മണിക്കൂറിനുള്ളിൽ ദൈവത്തിന്റെ ഇടപെടലാൽ അത്ഭുതകരമായി സ്ഥലക്കച്ചവടം നടന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാലടിയിൽ നിന്ന് ഫ്രാൻസിസ് പുല്ലൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ എന്റെ സ്ഥലവിൽപ്പന നടക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥലക്കച്ചവടം നടക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ നേർന്ന് പ്രാർത്ഥിച്ചു. 24 മണിക്കൂറിനുള്ളിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി, സ്ഥലം കച്ചവടമായി. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. എന്റെ പേര് സിസ്റ്റർ കരുണ. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ കണ്ണിൽ ഇരുമ്പിന്റെ അംശമുള്ള കരട് വീഴുകയും കൃഷ്ണമണി മുറിയുകയും ഒത്തിരിയേറെ വേദന അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്തു. 1.5 ആഴ്ചയായി മരുന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 4 നേരം മരുന്ന് ഒഴിക്കണമായിരുന്നു. എങ്കിലും കണ്ണിന് സൗഖ്യം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ടെലിവിഷനിലൂടെ സഗിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടവന്നത്. അപ്പോൾ ടെലിവിഷനിലേക്ക് നോക്കാൻ നിവൃത്തിയില്ലാതെ പുറത്ത് ജനലിനരികിനോട് ചേർന്ന് നിന്ന് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അന്ന് പ്രോഗ്രാമിൽ സൗഖ്യം ലഭിച്ച പലരുടെയും സാക്ഷ്യങ്ങൾ വായിക്കുന്നത് കേട്ടു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് കണ്ണിന് സൗഖ്യം കിട്ടിയാൽ തീർച്ചയായും ഞാൻ യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി സാക്ഷ്യം എഴുതി അറിയിക്കും. ആ നിമിഷം മുതൽ എന്റെ കണ്ണിൽ ഒരു കുളിർമ അനുഭവപ്പെട്ടു. പിന്നെ എന്റെ കണ്ണിന്റെ പീഡകൾ പൂർണ്ണമായും വിട്ടുപോയി. അന്ന് മുതൽ എന്റെ കണ്ണ് പൂർണ്ണമായി സൗഖ്യമുള്ള കണ്ണായി മാറി. അതിനുശേഷം എന്റെ കണ്ണിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സിസ്റ്റർ കരുണ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചാലക്കുടിയിൽ നിന്ന് സിസ്റ്റർ കരുണ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ടെലിവിഷനിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഈ സമയത്ത് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സഗിയോൻ ടീമിനോട് ചേർന്ന് ഉറക്കെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ നിമിഷം ഓരോ മകന്റെ മേലും മകളുടെ മേലും ഇടപെടണമേ. മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. ഓരോ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന കഠിനമായ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ഓരോ കുടുംബത്തിന്റെയും എല്ലാ തരത്തിലുള്ള ശിഥിലീകരണ ശക്തികളും നിർവീര്യമാകട്ടെ. കുടുംബങ്ങളിൽ ദൈവശക്തി ഇറങ്ങട്ടെ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ രോഗികളായി കിടക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് ഈ പ്രഭാതം, ഈ സമയം രോഗത്തിന്റെ പിടിയിലമർന്ന് വേദനിക്കുന്ന മക്കളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറിപ്പോകട്ടെ. കലഹം വിട്ടുപോകട്ടെ, വൈരാഗ്യം വിട്ടുപോകട്ടെ, വെറുപ്പ് വിട്ടുപോകട്ടെ. തഴക്കദോഷങ്ങളുടെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 18-ാമത് തിരുലിഖിതം. ധിക്കാരികളുടെ കൂട്ടത്തെ അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ അവിടുന്ന് തകർത്ത് കളയും. പ്രൈസ് ദ ലോർഡ്. പഴയ നിയമത്തിൽ 2 ദിനവൃത്താന്തം 21-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു കഠിനമായ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു രാജാവിന്റെ ചരിത്രമുണ്ട്. യൂദാ രാജ്യത്ത് യഹോഷഫാത്ത് രാജാവ് വലിയ ദൈവനിഷ്ഠയോടും വിശുദ്ധിയോടും നീതിയോടും കൂടെ ഭരണം നടത്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് ദൈവത്തിന്റെ ഇടപെടലും ദൈവത്തിന്റെ സമാധാനവും രാജ്യത്ത് മുഴുവൻ നിഴലിച്ചു നിന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ദുഷ്ടനായ ഒരു പുത്രൻ യഹോറാം അധികാരം ഏറ്റെടുത്തു. ഏതാണ്ട് 32-ാമത്തെ വയസ്സിലാണ് യഹോറാം അധികാരം ഏറ്റെടുക്കുന്നത്. അധികാരം ഏറ്റെടുത്ത യഹോറാം അദ്ദേഹത്തിന്റെ ദുഷ്ടത അദ്ദേഹം രാജ്യത്തുടനീളം പ്രവർത്തിച്ച് അദ്ദേഹം യൂദാ രാജ്യത്തുള്ള വിശ്വാസികളും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാൻ പ്രേരിപ്പിച്ചു. അന്യദൈവ ആരാധനകളിലേക്കും എല്ലാ പാപത്തിലേക്കും ദൈവജനത്തെ തള്ളിയിട്ടു. പാപം ചെയ്യാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ജനം രാജ്യത്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിലേക്ക് വീണു. അതുപോലെ അദ്ദേഹം ചെയ്ത മറ്റൊരു വലിയ ദുഷ്ടതയാണ്, അദ്ദേഹം രാജസ്ഥാനം ഏറ്റെടുത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടനായ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ പിതൃഭവനത്തിൽ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠന്മാരും കുലീനരുമായി ഉണ്ടായിരുന്ന സ്വസഹോദരങ്ങളെ, സഹോദരന്മാരെ ഒന്നിനു പിറകെ ഒന്നായി കൊലപ്പെടുത്തി നിഷ്കരുണം കൊന്നു കുഴിച്ചു മൂടി അദ്ദേഹം തന്റെ ദുഷ്ടത വർദ്ധിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ആരോടും ഒരു വിധേയത്വം ഇല്ലാതെ വലിയ തോന്നിയാസിയായി ഒരു ധാർഷ്ട്യക്കാരനായി യഹോറാം ഭരണത്തിരിക്കാൻ തുടങ്ങി. ആരുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ? ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ? ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കണം. ഈ ഒരു ഭാവത്തിൽ ധാർഷ്ട്യത്തോടുകൂടി അയാൾ അധികാരത്തിൽ ഇരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുകളിൽ ഒരു ദൈവം ഉണ്ടെന്ന് ഇയാൾ ഓർക്കണ്ടേ? എന്നാൽ ഇയാൾ പറഞ്ഞു, ഞാൻ പറയണത് നിങ്ങൾ കേട്ടാ മതി എന്ന ഭാവത്തിൽ ധാർഷ്ട്യത്തോടെ അധികാരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്തായി? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ചെങ്കോൽ തകർക്കുന്നവനായി കർത്താവ് അദ്ദേഹത്തിനെതിരെ നിന്നു. ആരാണോ ധിക്കാരിയായി ധാർഷ്ട്യത്തോടെ പ്രവർത്തിക്കുന്നത്, ആരാണോ മറ്റുള്ള മനുഷ്യരുടെ മേൽ ദുർനടപ്പും ദുർമരണവും കാണിച്ച് വലിയ ധാർഷ്ട്യം കാണിക്കുന്നത്, മകനെ മകളെ നീ ഓർക്കണം, നിനക്കെതിരെ നീ നിന്റെ ദൈവത്തെ വിളിച്ചു വരുത്തുകയാണ്. എതിരെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, എതിര് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ധാർഷ്ട്യക്കാർക്കും ധിക്കാരികൾക്കും ദൈവം എതിര് നിൽക്കുന്നു. ദൈവം എതിര് നിൽക്കുന്നു. അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് ഒരു ദിനമുണ്ട്, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ഒരു ദിനം. കർത്താവിന് ഒരു ദിവസമുണ്ട്, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ഒരു ദിനം. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 32-ാം വാക്യം. ബലവാൻ ചണനാര് പോലെയും അവന്റെ പ്രവൃത്തി തീപ്പൊരി പോലെയും ആകുന്നു, രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് ഇടങ്ങളിൽ ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും മുകളിൽ ഒരു ദൈവം ഉണ്ടെന്ന് വിചാരമില്ലാതെ തിന്മ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നിന്നെ നിയന്ത്രിക്കുന്നവനായ ദൈവത്തിന്റെ ഒരു മൂക്കുകയർ നിന്റെ മേൽ വരുമെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പലയിടങ്ങളിൽ മുന്നറിയിപ്പ് തരുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം. അന്ന് മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികളെ അവിടുന്ന് എളിമപ്പെടുത്തും. അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികൾ എളിമപ്പെടും, കർത്താവ് മാത്രം ഉയർന്നു നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പലതവണ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും ദൈവം ഇടപെട്ടിട്ടും ദൈവത്തിന്റെ വഴിക്ക് മുമ്പേ തലകുനിക്കാത്ത ഫറവോയെയും അവന്റെ ഗംഭീരമായ സൈന്യദളങ്ങളെയും നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് അവർക്ക് സംഭവിച്ച അവസാനമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ?
ചെങ്കടലിൽ ചവിട്ടിത്താഴ്ത്തപ്പെടുന്നത് വരെ, ഈയക്കട്ട പോലെ ചെങ്കടലിൽ ചവിട്ടിത്താഴ്ത്തപ്പെടുന്നത് വരെ അവരുടെ അഹന്ത തുടർന്നു. ഫറവോയും അവന്റെ കുതിരപ്പടയും ചെങ്കടലിൽ ജഡമായി ചത്തുപൊങ്ങി. അഹന്തയും ഉന്നതഭാവമുള്ള എല്ലാറ്റിനും എതിരായ ഒരു ദിനമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുലിഖിതം, ശക്തന്മാരുടെ അഹന്തയ്ക്ക് അറുതിയുണ്ടാകും. ശക്തന്മാരുടെ അഹന്തയ്ക്ക് അറുതി വരുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ നാട്ടിൽ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല. എന്റെ ദേശത്ത് ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ? ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ആരെന്നോട് എന്തു ചെയ്യും? വികാരിജനെ മാനിക്കാതെ, കുടുംബത്തിലെ മാതാപിതാക്കന്മാരെ മാനിക്കാതെ, നാട്ടിലുള്ള ദൈവവിചാരമുള്ളവരെ മാനിക്കാതെ, ദൈവഭക്തിയുള്ള ഒരു ഭരണകാര്യങ്ങൾ അവഗണിച്ച് തോന്നിവാസത്തിൽ നടക്കുന്ന ധിക്കാരികൾ ഒരു കൂട്ടമാണോ? ഒരു ധിക്കാരിയായ മനുഷ്യനാണോ നീ? നിന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നവനായ ഒരു ദൈവമുണ്ട്. ധിക്കാരിക്ക് എതിര് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹോറാം ഇതറിഞ്ഞില്ല. അവൻ ഒന്നിനു പിറകെ ഒന്നായി ധാർഷ്ട്യം പ്രവർത്തിച്ച്, ഒന്നിനു പിറകെ ഒന്നായി ധിക്കാരം പ്രവർത്തിച്ച് അവൻ മുന്നോട്ട് നീങ്ങി. ഇതാ പൊടുന്നനെ അവന് ചുറ്റുമുള്ള പലരും അവനോട് ശത്രുതയോടെ പെരുമാറാൻ തുടങ്ങി. അവന് പരിസരത്തുണ്ടായിരുന്ന അറബികളെ ദൈവം ഉണർത്തി അവനോട് ശത്രുതയോടെ പെരുമാറാൻ വേണ്ടി അയച്ചു. ആ അറബികൾ വന്ന് ഇവന്റെ മക്കളെയും ഇവന്റെ കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളെയും ബന്ദികളായി കൊണ്ടുപോയി. അഹസിയ എന്നൊരു ചെറിയ മകനെ, ഒരു കുഞ്ഞിനെ മാത്രം അവരെ അവശേഷിപ്പിച്ച് ബാക്കിയുള്ള എല്ലാവരെയും ബന്ദികളായി കൊണ്ടുപോയി. ഇവൻ യഹോറാം വീണ്ടും ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോയപ്പോൾ അവന്റെ ഉദരത്തിൽ കഠിനമായ ഒരു രോഗപീഠയുണ്ടായി. അവന്റെ ഉദരം പുഴുകൊണ്ട് നിറഞ്ഞു. 2 വർഷം ഉദരത്തിൽ പുണ്ണുപിടിച്ച് പുഴു നിറഞ്ഞവനായി അവൻ ജീവിച്ച് കഠിന വേദനയോടെ 2 വർഷം നരകിച്ച് അവൻ ജീവിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ കുടല് പുറത്തേക്ക് വന്നു. പുഴുത്ത കുടല് പുറത്തേക്ക് വന്നു. ആ കുടലിന്റെ ആ വേദനയിൽ അവൻ വേദനിച്ച് ഈ ലോകം വിട്ടുപോയി. 32-ാമത്തെ വയസ്സിൽ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ അധികാരസ്ഥരായ അവൻ 8 വർഷം മരിച്ചു. അവന് 2 വർഷം രോഗത്തിലും വേദനയിലും അവൻ തള്ളി നീക്കി. അവന്റെ അഹന്തയ്ക്ക് അറുതിയുണ്ടായി. അവന്റെ അഹങ്കാരം തല താഴ്ത്തി. അവൻ അങ്ങനെ തല താഴ്ത്തിയവനായി ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്. അധമൻ അവൻ കലാപകാരിയാണ്. അവനെതിരെ ക്രൂരനായ ഒരു ദൂതൻ അയക്കപ്പെടും. അധമൻ കലാപകാരിയാണ്. ക്രൂരനായ ഒരു ദൂതൻ അവനെതിരെ അയക്കപ്പെടും. മകനെ, മകളെ, നിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ചിന്തിക്കണം. നീ ഒരു ധാർഷ്ട്യക്കാരനാണോ? നീ ഒരു ധിക്കാരത്തിന് അടിമയായ വ്യക്തിയാണോ? നീ ആരോടും ധാർഷ്ട്യം പറയുന്നവനാണോ? നീ മേൽകീഴ് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവനാണോ? എനിക്ക് ആരെയും കൂസലില്ല, എനിക്ക് ആരെയും പേടിയില്ല, എനിക്ക് തോന്നുന്നത് ഞാൻ പ്രവർത്തിക്കും എന്ന വിധത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണോ നീ? നീ ദൈവവിചാരത്തോടെ നടക്കാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവനല്ലേ? നിനക്ക് മുകളിൽ ഒരു ദൈവം ഇല്ലേ? ദൈവത്തിന്റെ വചനങ്ങൾ നിനക്ക് വേണ്ടി കൂടിയല്ലേ നൽകപ്പെട്ടിരിക്കുന്നത്? നീ എന്തുവാണ് നിനക്ക് വേണ്ടി നൽകപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ അവഗണിക്കുന്നത്? ഒരു ദൈവിക മാർഗമുണ്ട്, ദൈവത്തിന്റെ ഒരു രീതിയുണ്ട്, ഒരു ദൈവ പൈതലിന് ഒരു ജീവിതക്രമമുണ്ട്, ഒരു ചിട്ടയുണ്ട്. ഇതെല്ലാം അവഗണിച്ച് നീ എന്തുകൊണ്ട് ധാർഷ്ട്യക്കാരനായി ഒരു ധിക്കാരിയെ പോലെ ആരെയും വകവെക്കാതെ കൂസലില്ലാതെ താൻ തോന്നിയെ നടക്കുന്നു? സങ്കീർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മകനെ, മകളെ, നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവകൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലുള്ള എല്ലാ മക്കളും ദൈവവിചാരത്തോടും ദൈവവചനത്തോട് താല്പര്യത്തോടെയും ജീവിക്കാൻ ഇടവരട്ടെ. കർത്താവേ, ആരെങ്കിലും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും അഹന്തയ്ക്കും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവമായ കർത്താവിന്റെ വചനം ഇപ്പോൾ വ്യാപരിച്ച് അഹന്തയുടെ കോട്ടകൾ തകരട്ടെ, ധിക്കാരത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. അന്ധകാരം കട്ടപിടിച്ചിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ദുർനടപ്പുകാരും താന്തോന്നികളായ ഓരോരുത്തരും ഇപ്പോൾ ദൈവത്തിന്റെ സ്പർശനം അനുഭവിച്ച് നീതിമാന്മാരുടെ വേഗത്തിലേക്ക് മടങ്ങട്ടെ. യെശയ്യാ 29:24 അന്ധകാരത്തിലേക്ക് വഴുതിപ്പോയവർ, തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വേഗത്തിലേക്ക് മടങ്ങുമെന്ന വചനം അന്വർത്ഥമാകട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അവിടുത്തെ കരങ്ങൾ നീട്ടി സ്പർശിക്കണമേ.
നാശത്തിലേക്ക് പോകുന്നവർ, തിന്മയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, സാത്താൻ തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അടിമകളാക്കിയിട്ടുള്ള ഓരോ മക്കളെയും സ്പർശിച്ച് അഹങ്കാരത്തിന്റെ ചങ്ങലകളെ മുറിക്കണമേ, അഹന്തയുടെ കോട്ടകളെ തകർക്കണമേ. ഇപ്പോൾ ദൈവകൃപയും ദൈവചിന്തയും ദൈവവിചാരവും ഓരോ ഹൃദയങ്ങളിലും ജനിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യമേ ദൈവമായെന്നിൽ വാഴുന്ന കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദാനമായെല്ലാം നൽകുന്ന കാരുണ്യമേ. കാരുണ്യമേ, ദാനമായെല്ലാം നൽകുന്ന കാരുണ്യമേ. സകല ജനത്തിന്റെയും പ്രതീക്ഷയായ യേശുക്രിസ്തു ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലത്ത് ഓരോരുത്തരുടെ ഇരിപ്പിടങ്ങളിൽ അത്ഭുത സാന്നിധ്യം നൽകുന്ന സമയമാണ്. ഇതാ അവിടുത്തെ കരം അവിടുത്തെ ജനത്തോട് കൂടെ. മകനെ, മകളെ, ഇപ്പോൾ നീ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് മനസ്സിൽ തട്ടി യേശുവേ എന്ന് വിളിക്കുമെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ കരസ്പർശനം നിന്റെ ശരീരത്തിൽ നിനക്ക് അനുഭവിക്കാം. ഇതാ രോഗത്തിലേക്ക് കർത്താവിന്റെ അത്ഭുത സൗഖ്യം പ്രവഹിക്കുന്നു. ഇതാ ഈ സമയം യേശുവിനെ വിളിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തന്റെ രക്ഷ വർഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദുഃഖത്തിന്റെ നടുവിൽ നിന്ന്, വേദനയുടെ നടുവിൽ നിന്ന്, കണ്ണീർ കയത്തിൽ നിന്ന് എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെ മേലും സ്വർഗത്തിൽ നിന്ന് ഇപ്പോൾ ഇടിമിന്നൽ പോലെ ശക്തി വ്യാപരിക്കട്ടെ. കടബാധിതരുടെ കെട്ടുകൾ അഴിയട്ടെ കർത്താവെ. പലതരത്തിലുള്ള ഭാരങ്ങളായിരിക്കുന്നവർ, പലതരത്തിലുള്ള രോഗത്തിന്റെ ഭാരത്താൽ തകർന്ന് ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഡോക്ടർമാർ ഉപേക്ഷിച്ച് ഭവനത്തിൽ കഴിയുന്ന രോഗികളുടെ മേൽ ഈശോയെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ, അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഇനി ഒരിക്കലും സൗഖ്യമില്ല എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഓരോ മകന്റെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ക്യാൻസർ രോഗികൾ അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവെ, എയ്ഡ്സ് രോഗികൾ അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവെ, ചികിത്സയില്ലാത്ത ഓരോ രോഗങ്ങളെയും ഇപ്പോൾ അവിടുന്ന് സുഖപ്പെടുത്തി അങ്ങയുടെ മക്കളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന ഭാവത്തിൽ നിലവിളിച്ച് കരയുന്ന ഓരോരുത്തരുടെയും നിസ്സഹായ അവസ്ഥയിലേക്ക് യേശുവെ ഇന്ന് കടന്നു വന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലിയ പ്രതികൂലത്തെ നേരിടുന്നവർ, വലിയ ബുദ്ധിമുട്ട് നേരിടുന്നവർ, ഇന്ന് ജപ്തി നേരിടുന്നവർ, കടബാധ്യത നിമിത്തം മുന്നോട്ട് വന്ന് നിവൃത്തിയില്ലാത്തവർ, ബിസിനസ് പരാജയങ്ങൾ അനുഭവിക്കുന്നവർ, കർത്താവെ അങ്ങയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിശക്തി കുറഞ്ഞ നിമിത്തം മനോവേദനയോട് ഇന്ന് ഇപ്പോൾ അങ്ങയുടെ സന്നിധി കണ്ണീരൊഴുക്കുന്ന ഓരോ കുഞ്ഞിനെയും, ഓരോ വിദ്യാർത്ഥിയെയും, ഓരോ ബാലികാ ബാലന്മാരെയും ഈശോയെ അവിടെ നിന്ന് തൊടണമേ. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, യുവതി യുവാക്കന്മാരെ പ്രത്യേകം സമർപ്പിക്കുന്നു. വലിയ കൃപ കൊടുക്കണമേ. ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന, പലതരത്തിലുള്ള അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന, ഇന്റർവ്യൂവിന് പോകാനിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ജോലിക്ക് പോകാൻ മനസ്സില്ലാതെ ശാരീരിക ക്ഷീണം, തളർച്ച, മടി, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ ഇവയാൽ ഭാരപ്പെടുന്നവരിൽ നിന്ന് എല്ലാ ദുർപീഡകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ
മാത്യു. സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ. എന്താണ്ടായ സൗഖ്യം? 25 വർഷമായിട്ടുണ്ടായിരുന്ന ചോർച്ചിലിന്റെ അസുഖം. 25 വർഷമായിട്ടുണ്ടായിരുന്ന ചോർച്ചിലിന്റെ അസുഖം കാലത്തെ കുർബാനയ്ക്ക് ശേഷം എല്ലാം വിട്ടുമാറി. ഇന്നത്തെ ആ കുർബാനയോടുകൂടെ 25 വർഷമായി ഈ സഹോദരന്റെ ശരീരത്തിനോട് ചൊറിച്ചിൽ എന്ന അലർജി രോഗം പൂർണ്ണമായി വിട്ടുമാറി. ഇപ്പൊ വല്ല തോന്നുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ സൗഖ്യം കിട്ടി. സൗഖ്യമായി. എഴുന്നേറ്റത് കൈയടിച്ച് സ്വയമാക്കപ്പെട്ടതാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എൻ്റെ പേര് ഫ്രാൻസി. മാനന്തവാടിയിൽ നിന്ന് വരുന്നു. പനവല്ലി ഇടവക. എനിക്കിവിടെ വന്ന് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് വരുമ്പോഴൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. കുറേ കൊല്ലമായിട്ട് അലർജി ഉണ്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും ചൊറിഞ്ഞോണ്ടിരിക്കണം. ഇവിടെ വന്ന് ഒരു തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ചൊറിച്ചലും ഇല്ല, ചൊറിഞ്ഞോടത്തുള്ള പാടുമില്ല. കൈയടിച്ച് സ്വയമാക്കപ്പെടുന്ന ഈശോ വർഷങ്ങളായുള്ള അലർജി രോഗത്തെ എടുത്തു മാറ്റി സൗഖ്യപ്പെടുത്തി. എന്തതിശയമേ ദൈവത്തി സ്നേഹം, എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമ സന്തത കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തി സ്നേഹം, എത്ര മനോഹരമേ.